ഹായ് കൂട്ടുകാരെ, എനിക്കൊരു മുട്ടം പണിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറികളൊക്കെ നടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇവിടെ എന്താ പറ്റിയെന്ന് കാണണ്ടേ? ഞാനേ ഒരു റെഡ് ലേഡി പപ്പായ ഇതുപോലൊരു വലിയ ചട്ടിയിലാണ് നട്ടുപിടിപ്പിച്ചത്. വളർന്നു വലുതായപ്പോഴാണ് ആ വിവരം ഞാൻ അറിയുന്നത്. എന്റെ റെഡ് ലേഡി എന്നെ ചതിച്ചു. ലേഡി മാറി പകരം ആൺപൂവാണ് വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി. ഈ ചട്ടിയില് പപ്പായ നിറച്ചു പിടിച്ചു നിൽക്കുന്നത് കാരണം എന്നൊരാഗ്രഹം തോന്നിയാണ് ഞാൻ നട്ടത് തന്നെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നിർത്തിയിട്ടും പ്രയോജനമില്ല. കത്തിവെക്കാൻ വല്ലാത്ത വിഷമവുമുണ്ട്. എങ്കിലും ആവശ്യമില്ലാത്തതാണെങ്കിൽ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിക്കളയുവാണ് കേട്ടോ. ബാക്കി കൂടി പിഴുതു മാറ്റണം. കണ്ടോ, ഇത്രയും വേരുകളെ ഇതിനായിട്ടുള്ളൂ. ഈസിയായി പിഴുതെടുത്തു. എങ്കിലും ഒരു മരം മുറിക്കുമ്പോൾ അവിടെ ഒരു 100 മരം വെക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കൂട്ടരെ, ഞാൻ വളർത്തി വലുതാക്കിയെടുത്ത എന്റെ സ്വന്തം ലേഡിയെ ഞാൻ വേരോടെ പറിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും എന്റെ ആഗ്രഹം മാറ്റാൻ ഞാനൊട്ടും തയ്യാറല്ല കേട്ടോ. ഇതിലേക്ക് തന്നെ മറ്റൊരു റെഡ് ലേഡി ഞാൻ നടുവാണ്. കണ്ടോ, ഇതിന്റെ വേരുകളൊക്കെ ഇതിലേക്ക് നന്നായി ഞാൻ ഇതിന്റെ വേരൊന്നും പോകാതെ ഇതിലേക്ക് നടുകയാണ്. ഇവിടെ ഒരു ചുമന്ന അട്ടയുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണിത്. അദ്ദേഹത്തെ ഞാനൊന്ന് പൊക്കി മാറ്റുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് കൊടുക്കണേ. ഇതിൽ നല്ല രീതിയിൽ ജൈവവളങ്ങളെല്ലാം ഈ ചട്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാത്തത്. എന്റെ മിക്ക ഗ്രോ ബാഗിലും റെഡ് ലേഡി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇത് വിത്ത് വീണ് ഇങ്ങനെ പിടിച്ചു കിടക്കാണ്. തക്കാളിയിലും പിടിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ എന്റെ പ്രധാന പരിപാടി ഇത് തന്നെയായിരുന്നു. ഇത് നമ്മുടെ പഴയ ലേഡിയാണ്. ഇതിനെ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ.